എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ബദാം മിൽക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ കുറച്ച് ബദാം എടുത്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം. ഒരു ഓവർനൈറ്റ് വെച്ചാൽ നമുക്ക് നന്നായി കുതിർന്ന് കിട്ടും. ഒരു ഞെക്കിന് തന്നെ ഇതുപോലെ തൊലിയെല്ലാം അതിൻ്റെ നന്നായി അടന്ന് കിട്ടും. പെട്ടെന്ന് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം, തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ തൊലിയെല്ലാം റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പാലാണ് ആവശ്യമുള്ളത്. പാലിനകത്തേക്ക് അല്പം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. ആ സമയത്ത് ഞാൻ ഈ ബദാമെല്ലാം ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അല്പം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് പാലും കൂടി ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് നന്നായി അരച്ചെടുക്കുന്നുണ്ട്. ആദ്യമേ അരച്ചെടുത്തപ്പോൾ ഇത് ഫൈൻ പേസ്റ്റായിട്ട് അരഞ്ഞിട്ടില്ല. കുറച്ച് പാലും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുത്ത് ഇത് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കാം. ആദ്യം തന്നെ അരഞ്ഞ് കിട്ടുകയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഞാൻ ദേ ഇപ്പോൾ കണ്ടോ, ഇതുപോലെ നമുക്ക് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഇത് കിട്ടണം. ഈ പാല് നമ്മൾ പഞ്ചസാരയും കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം. ഫ്ലേവറിന് വേണ്ടി ഞാൻ ഏലക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഇത് തിളച്ച് വരുമ്പം ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ബദാമിൻ്റെ മിക്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഇത് നന്നായി ഇളക്കണം. കൈയെടുക്കാതെ ഇളക്കണം, അല്ലെങ്കിൽ തിളച്ച് പൊങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇത് നന്നായി ഇളക്കി ഒരു 5 മിനിറ്റേലും വേവിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് കളറിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നത് ഞാൻ പാലിൽ അല്പം മഞ്ഞൾപ്പൊടി കലക്കിയതാണ്. കുങ്കുമപ്പൂ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ കുങ്കുമപ്പൂ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഒരു മഞ്ഞ കളറിന് വേണ്ടിയാണ് ഇങ്ങനെ അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ഇതും കൂടി ചേർത്ത് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ബദാം മിൽക്ക് നല്ലൊരു യെല്ലോ കളറിലുള്ള ബദാം മിൽക്ക് നമുക്ക് കിട്ടും. ഇത് ചൂടായിട്ട് വേണേലും നമുക്ക് സെർവ് ചെയ്യാം, തണുപ്പിച്ച് വേണേലും സെർവ് ചെയ്യാം. വളരെ ഹെൽത്തിയായ നല്ല ടേസ്റ്റിയായ ബദാം മിൽക്കാണ്. ഇതിൻ്റെ മേലേക്ക് നമുക്ക് ഡെക്കറേഷന് വേണ്ടി ബദാം ഞുറുക്കിയത് അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ കളർഫുള്ളായ നല്ല ഒരു ഡ്രിങ്കാണ്. ഇങ്ങനെ ബദാമും കൂടി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ അവസാനത്തെ പ്രിപ്പറേഷൻസും കഴിഞ്ഞു. ഇഷ്ടമായെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ.